പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തൊലസത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് ഭാവന്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു കമൻറ്റ് കണ്ടിരുന്നു, റോയൽ എൻഫീൽഡ് ഇലക്ട്ര ഒന്ന് പരിചയപ്പെടുത്തുമോ, BS4 BS3 എന്നീ ഇലക്ട്രകളൊന്ന് പരിചയപ്പെടുത്തുമോ എന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഒരു ഇലക്ട്രയാണ്. അപ്പോൾ ഇത് റീനെയിം ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഇലക്ട്ര എന്നല്ല ഇപ്പോൾ കമ്പനി പറയുന്നത്, 350ES എന്നാണ്. 2001 ശരിക്കും റോയൽ എൻഫീൽഡ് ഇലക്ട്ര അവതരിപ്പിക്കുന്നത്. 95 മുതൽ 97 വരെ ഉണ്ടായിരുന്നു, അത് ഡിസ്കണ്ടിന്യൂ നിർത്തിപ്പോയതായിരുന്നു. പിന്നെ റീലോഞ്ച് ചെയ്ത് 2001 പിന്നെ CI എഞ്ചിനുമായിട്ട് ഇലക്ട്ര വരുന്നത്. പിന്നെ 2005 ഒരു 5 സ്പീഡ് ഗിയർ ബോക്സുമായിട്ട് ലെഫ്റ്റ് സൈഡ് ഗിയർ ഷിഫ്റ്റിംഗ് ആയിട്ട് ഇലക്ട്ര 5 സ്പീഡ് വന്നു. പിന്നെ കംപ്ലീറ്റ് UC ആയിട്ട് 2016 വരെ ഉണ്ടായിരുന്നു. UC എഞ്ചിൻ വന്നു. പിന്നെ 2016 ഇലക്ട്രയിൽ വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് 350ES എന്ന പേരിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ഇലക്ട്ര എന്നുള്ള ശരിക്ക് പേര് റീനെയിം ചെയ്താണ് 350ES എന്നുള്ളത്. അപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലും ഒഴിവാക്കാത്തൊരു വണ്ടിയാണ് കേട്ടോ ES എന്ന ഇലക്ട്ര എന്ന വണ്ടി. കാരണം ഡെയിലി യൂസിന് പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടി എന്ന് പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു വണ്ടി. പിന്നെ സ്റ്റാൻഡേർഡിൻ്റെ സീറ്റ്, പിന്നെ ക്ലാസിക്കിൻ്റെ എല്ലാ ഫീച്ചേഴ്സുള്ളൊരു വണ്ടി. അതായത് ഡിസ്ക് ബ്രേക്ക്, സെൽഫ് സ്റ്റാർട്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ക്ലാസിക്കിൻ്റെ ഒരു ഡീമറിറ്റി എന്ന് പറഞ്ഞാൽ പില്ലൻ റൈഡേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും എന്നുള്ള ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റിയ സീറ്റാണ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന സീറ്റ്. അപ്പം ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറയാനുള്ളത് കാലികമായിട്ട് ഡിസൈൻ അല്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് വണ്ടി ഇറങ്ങാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കാലികമായിട്ട് ഒരു മോഡേൺ ഡിസൈൻ ഒന്നും ഈ വണ്ടിക്കില്ല. ഒരു പരമ്പരാഗതമായിട്ടുണ്ടായ ഒരു ഡിസൈൻ ഇലക്ട്രയിൽ തന്നെ അതേമാതിരി മഡ്ഗാർഡ്, ചെറിയ മഡ്ഗാർഡാണ് ഫ്രണ്ട് കൊടുത്തത്. അപ്പോൾ അത് വല്ലാതെ ചളി തെറിക്കുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു മയത്തോടെ പോകുന്ന സമയത്ത്. പിന്നെ അതുമാതിരി തന്നെ ബാക്കിലെ ടെയിൽ ലൈറ്റ് ആണേലും വളരെ ചെറിയ ടെയിൽ ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. അല്ല, ഒരു കാലികമല്ലാത്ത, ഒരു മോഡേൺ അല്ലാത്ത രീതിയിൽ ഒരു മിസ്മാച്ചിങ് ഒരു ടെയിൽ ലൈറ്റ് അസംബ്ലിയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അതാണ് ശരിക്കും ഒരു വാസ്തവം. പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ ക്ലാസിക്കിനേക്കാളും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് ഇലക്ട്ര. അതായത് റൈഡിങ് കംഫേർട്ട് ഉണ്ട്. ഇപ്പോൾ ലോങ് യാത്ര ചെയ്യാനാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഫീച്ചേഴ്സും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം ക്ലാസിക്കിൻ്റെ തന്നെയാണ്. പിന്നെ ചെറിയൊരു പവർ മാറ്റം കമ്പനി പറയുന്നുണ്ട്. പക്ഷെ അത് എന്നാലും അതൊന്നും വല്ലാതൊന്നും അറിയാനൊന്നുണ്ടാവില്ല. പിന്നെ ഈ മഡ്ഗാർഡ് ക്രോമാണ് വരുന്നത്. ബാക്കും ക്രോമാണ് വരുന്നത്, ഫ്രണ്ടും ക്രോമാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് വന്നേക്കുന്ന ആ ഒരു കൊട്ട മോഡലിലെ മഡ്ഗാർഡല്ല ഇതിന് കൊടുത്ത്. ക്ലാസിക്കിൻ്റെ മാതിരിയുള്ള മഡ്ഗാർഡും അല്ല. ക്ലാസിക് കുറച്ച് സ്ലിം ആയിട്ടുള്ള, കുറച്ചുകൂടി വീതി കൂടിയ മഡ്ഗാർഡാണ് ക്ലാസിക്കിന് കമ്പനി കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് കുറച്ചും കൂടി പരമ്പരാഗതമായിട്ട് പഴയ 2001 മുതൽ ഇലക്ട്രിക് ഫോളോ ചെയ്ത് വരുന്ന അതേ ഒരു മഡ്ഗാർഡ് ഫ്രണ്ടിലുമാണ് കമ്പനി കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ടാങ്ക് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ ഇലക്ട്ര എന്നുള്ള നെയിം ഇല്ല. ബുള്ളറ്റ് 350 മാത്രമേ ഉള്ളൂ. പക്ഷെ ബുള്ളറ്റ് 350ES ആണത്. അപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കുന്നവരാരാണെങ്കിലും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, യൂസ്ഡ് മാർക്കറ്റിൽ പിന്നെ കുറച്ചൊരു മാർക്കറ്റ് ഡൗൺ ആണെന്ന് തോന്നുന്നു. ഇലക്ട്ര എന്ന് പറഞ്ഞ ആൾക്കാർ എടുക്കാനൊരു മടിയുള്ളൊരു വണ്ടിയാണ് ഇലക്ട്ര എന്നുള്ള വണ്ടി. അപ്പോൾ എന്തോ അറിയില്ല, കുറച്ച് ബാക്കോട്ട് നിൽക്കും. ക്ലാസിക് സ്റ്റാൻഡേർഡ് ആ ഒരു പേരാണ് എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഇലക്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്, പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ പിന്നെ ഡെയിലി യൂസേജിനാണോ വണ്ടിയെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഇലക്ട്ര കേട്ടോ. കാരണം എന്തുകൊണ്ടും നമുക്ക് പിന്നെ ബാക്ക് പെയിൻ ആണെങ്കിലും, പിന്നെ യാത്രയ്ക്കാണെങ്കിലും, ബാക്ക് പെയിൻ്റെ ബുദ്ധിമുട്ടിനാണെങ്കിലും, യാത്രയ്ക്കാണെങ്കിലും, കംഫർട്ടാണ്, ഷോൾഡർ പെയിൻ ആണെങ്കിൽ ഏതൊരു കാര്യത്തിൽ വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ മാറ്റിയതാണ്, ഇതല്ല ഇതിന് ഹാൻഡിൽ ഉണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും ആ രീതിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടി എന്ന് പറയാം. ബുള്ളറ്റിൻ്റെ എല്ലാ ഒരു സ്വഭാവ ഗുണങ്ങളും കൂടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വണ്ടി. റൗണ്ട് മഡ്ഗാർഡ് വെച്ച് ഇറക്കിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ ഇത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. ഞാനിപ്പോൾ ഏതൊരു ഇലക്ട്ര വരികയാണെങ്കിലും കുറച്ചൊന്ന് ഓടിച്ച് നോക്കാറുണ്ട്. അതിനൊരു കംഫർട്ടിങ് നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഒരു വണ്ടി ഓടിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇലക്ട്ര എന്ന വണ്ടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ചൊരു ക്ലാസിക്കിനേക്കാളും സ്റ്റാൻഡേർഡിനേക്കാളും മാർക്കറ്റിൽ ഒരു വാല്യൂ കുറച്ച് താഴോട്ടാണ് ഈ വണ്ടി കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
ധൈര്യമായിട്ട് വണ്ടി എടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പിന്നെ പേഴ്സണലി ഒരു ഷോപ്പ് നടത്തുന്ന സർവീസ് സെൻറ്റർ നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടി ഉപയോഗിച്ചിട്ട് ഏതൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ഇലക്ട്ര എന്ന വണ്ടി പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേക കംഫർട്ടിങ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഇലക്ട്ര. പിന്നെ മെയിൻ്റനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സാധാ എല്ലാ വണ്ടി ക്ലാസിക്കിന് സ്റ്റാൻഡേർഡിനൊക്കെ ഉള്ള അതേ മെയിൻ്റനൻസ് തന്നെ അത് വരുന്നുള്ളൂ. പിന്നെ ക്രോമൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ബാക്ക് മഡ് ഗാർഡും ഫ്രണ്ട് മഡ് ഗാർഡും തുടച്ച് കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ ക്രോം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റിയാണ് ഈ മഡ് ഗാർഡിന് കൊടുത്തേക്കുന്നത്. തുരുമ്പൊടിക്കൽ വളരെ റയറാണ്. നമ്മൾ തീരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാത്രമേ തുരുമ്പിൻ്റെ കാര്യം വരുന്നുള്ളൂ മഡ് ഗാർഡിനൊക്കെ. അപ്പോൾ സീറ്റിൻ്റെ അടിയിലൊക്കെ പോകുമ്പോൾ ശരി കൈയൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയായി കൊണ്ടുനടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും വരുന്നത് 19 സൈസാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും 19 സൈസ് വരുന്നത്. പിന്നെ ബാക്കിലെ ടയർ 3.25 വരിക. അതുകൊണ്ട് കുറച്ച് സ്ലിം ആയിരിക്കും ടയർ വരിക. അതുകൊണ്ട് തന്നെ പിന്നെ ക്ലാസിക് വെച്ച് നോക്കുമ്പം ടയർ വീതി കുറവാണ്. എന്നാലും റൈഡിങ് കംഫർട്ടൊന്നും യാതൊരു കുറവൊന്നുമില്ല. മൈലേജ് കുറച്ച് കൂടുതൽ കിട്ടും ചെറിയ രീതിയിൽ. പിന്നെ വേണമെങ്കിൽ ടയർ നമുക്ക് അപ്സൈസ് ചെയ്യാവുന്നതാണ്. 190-19 കിട്ടും ടയർ കിട്ടാനുണ്ട്. അതൊക്കെ അപ്സൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വണ്ടി പിന്നെ എടുക്കുന്ന സമയത്ത് ഫോർക്ക് കവർ ട്യൂബ്, ഇതിന് കവർ ട്യൂബ് പറഞ്ഞ സാധനം ക്ലാസിക്കിൻ്റെ ഫുൾ കവർ ട്യൂബ്, ഇത് ഫുള്ള് ഓപ്പൺ ആണ്. ഒരു നാക്ക് ടൈപ്പാണ് ഇതിൻ്റെ ഫോർക്ക് ട്യൂബ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓയിൽ സീൽ പോയിട്ടുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഫോർക്കിൻ്റെ ഓയിൽ സീൽ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുമാതിരി ബാക്കിൽ ഷോക്ക് അബ്സറിൻ്റെ കാര്യം നോക്കുമ്പോൾ ഷോക്ക് രണ്ട് ഓയിൽ വലിച്ച് നിൽക്കുകയാണ്. 2 ഷോക്കും പോയിട്ടുണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഷോക്ക് അബ്സർ കൂടുതലായിട്ട് ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോക്ക് രണ്ടും പോയിട്ടുണ്ടല്ലോ നോക്കുക. പിന്നെ മെയിൻ പ്രശ്നം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രിലൊക്കെ ഈ ടാങ്കൊക്കെ നല്ല റസ്റ്റാണ്, നല്ല തുരുമ്പാണ് ടാങ്കിൽ. അപ്പോൾ ചില ബാച്ചിൽ വന്ന ടാങ്കിന് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ടാങ്കൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം തുരുമ്പുണ്ടോ നോക്കുക. വണ്ടി എടുക്കുന്ന സമയം നോക്കണമെങ്കിൽ ചേസിന്റെ ബെൻഡിന്റെ കാര്യം പിന്നെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ഒക്കെ ഫൈബറാണ് വരുന്നത്, മുമ്പ് ക്രോമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുമാതിരി തന്നെ എയർ ഫിൽറ്റർ ക്രോമാണ് വരുന്നത്, ബാറ്ററി ഫിൽറ്റർ ക്രോമാണ് വരുന്നത്. പിന്നെ സൈലൻസർ കാര്യങ്ങൾ തുരുമ്പുണ്ടോ നോക്കുക. സൈലൻസറിന്റെ കാര്യങ്ങളൊക്കെ BS3 ആണെങ്കിലും കൂടി 3750 രൂപ വില വരുന്നതാണ് സൈലൻസറിന്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഒരു പ്രൈസിങ് റെഡ്യൂസ് ചെയ്യുക. പിന്നെ സെൽഫ് സ്റ്റാർട്ട് ശ്രദ്ധിക്കുക. പിന്നെ സെൽഫ് കംപ്ലൈൻ്റ് ആണ്. ഇത് നമുക്ക് പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡ് ഒന്ന് വലുതാക്കിയിട്ട് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് വണ്ടി. അതാണ് ഇപ്പോൾ ഇലക്ട്ര എന്ന ഒരു ഇത് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ എനിക്ക് വണ്ടി കിട്ടിയത്. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ഒരു കമൻറ്റ് കണ്ടിരുന്നു, ഇലക്ട്ര എന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇലക്ട്ര ഉപയോഗിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ സ്റ്റിക്കറൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചൊരു വിലയുള്ള സാധനം, 1500 രൂപ വില വരുന്നുണ്ട് സ്റ്റിക്കറിന്. 700 സംതിങ് ഈ സ്റ്റിക്കറിന് വില വരുന്നുണ്ട്. പിന്നെ ഡിസ്ക് കാലിപ്പറൊക്കെ ശരിക്കും വൈബർ തന്നെ ആയതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട. വല്ലാതെ കംപ്ലൈൻസ് കുറവാണ് ഈ വൈബറിൻ്റെ ഡിസ്കിന്. കൂടുതലായിട്ടും കംപ്ലൈൻസ് വളരെ കുറവാണ്. മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നുള്ളൂ, പാർട്സ് മാറ്റിയിട്ട് എടുക്കാവുന്നുള്ളൂ. അസംബ്ലി മാറ്റുന്ന ഒരു ആവശ്യമൊന്നും വല്ലാതെ വരാറില്ല. പിന്നെ സെൽഫിൻ്റെ മോട്ടർ നോക്കുക, 1 ക്ലച്ച്, സ്പ്രേ ക്ലച്ച് നോക്കുക. ഈ കാര്യങ്ങളാണ് നോക്കാനുള്ളത്. മെയിനായിട്ട് ചേസിൻ്റെ ഈ ഭാഗം ബെൻഡുണ്ടോ നല്ല നോക്കണം. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാണോ, ഈ ഷേപ്പ് എന്തെങ്കിലും അണീവനായിട്ട് എന്തെങ്കിലും ഈ ഭാഗത്ത് കാണാൻ വണ്ടി ആക്സിഡൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രാങ്കിങ് കാര്യങ്ങൾ നോക്കുക. പിന്നെ ബാക്കിലെ വീലും ഫ്രണ്ടിലെ വീലും തമ്മിൽ നേരെ വെച്ചിട്ട് എന്തോ വളവോ തിരിവോ എന്തെങ്കിലും പിന്നെ പോസ്റ്ററിൽ മാറ്റോ ഒരാളൊന്ന് ഓടിച്ചിട്ടൊന്ന് ബാക്കിൽ നോക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഒരാൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ വണ്ടി എങ്ങനെ തെറ്റി നിൽക്കണ്ടോ എന്നുള്ള. ആക്സിഡൻറ്റോ മറ്റേ കാര്യങ്ങൾ നോക്കാൻ ഏറ്റവും നല്ല ഒരു വയ്യാതാന്ന് തോന്നുന്നു. ഒരാൾ വണ്ടി ഓടിക്കും, ബാക്ക് നോക്കി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ടയർ തെറ്റി കിടക്കും. അല്ല ആക്സിഡൻ്റ് ഒക്കെ ആണെങ്കിൽ ശരിയായ രീതിയിലൊന്നും പണിയെടുത്ത വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇവ കറക്റ്റ് കുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ചൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെയാണ് എനിക്കിതിൻ്റെ പറയാനുള്ളത്. അപ്പോൾ ഇലക്ട്രിക് എടുത്ത് കഴിഞ്ഞാൽ തുടച്ച് വൃത്തിയായി കൊണ്ടെടുക്കുന്ന ഒരു ക്രോം പാർട്സ് കൊടുത്ത്, പിന്നെ ഫ്രണ്ടും ബാക്കും മഡ്ഗാർഡ് ആയതുകൊണ്ട് തന്നെ ക്രോം പാർട്സ് ആയതുകൊണ്ട് തുടച്ച് വൃത്തിയായി നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. പിന്നെ സീറ്റ് ഹൈറ്റ് ആണ് വരുന്നത് 800 mm ആണ്. ശരിക്കും ജെ സീരീസിൻ്റെയും സ്റ്റാൻഡേർഡിനൊക്കെ സെയിം സീറ്റ് ഹൈറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സീറ്റ് ഹൈറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാലൊക്കെ താഴോട്ട് വെക്കാൻ പറ്റിയ ഒരു ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. പിന്നെ മെയിനായിട്ട് ഫോർക്ക് ഹോൾസിൽ പോയിട്ടുണ്ട്. ഫോർക്ക് ഹോൾസിൽ ഫോർക്കിൻ്റെ ട്യൂബ് പോയതാണോ നോക്കുക. അതൊക്കെയാണ് ഇതിന് നോക്കാനുള്ളത്. വേറെ കാര്യങ്ങൾ സർവീസ് പാർട്സ് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ക്ലാസിക് സെയിം ആണ്, വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഫോർക്കിൻ്റെ അസംബ്ലി മാത്രമേ മാറ്റം വരുന്നത്, ക്ലാസിക് ഒരു സെയിം അല്ല. ഇതിനായിട്ട് ഇലക്ട്രിക്കായിട്ടിന് വേറെ സെപ്പറേറ്റ് വരുന്ന ആ ഒരു ട്യൂബ്, പിന്നെ ബോട്ടം ട്യൂബാണ് വന്നേക്കുന്നത്.
അപ്പം ഇത്രയാണ് ക്ലാസിക്കിനെ കുറിച്ച് ഈ ഒരു എലക്ട്രയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി പുതിയതായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.